വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇരുളും വെളിച്ചവും രണ്ട് പ്രതിഭാസങ്ങളാണ്. ഇരുളിനെ പഴിക്കുവാൻ എളുപ്പമാണ്. ഇരുളിൽ അല്പം വെളിച്ചം പകർന്നു കൊടുക്കാൻ നാം തയ്യാറായാൽ ഇരുട്ട് മാറില്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് ലോകത്തിന് വെളിച്ചം നൽകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. ഇരുട്ടിൽ കഴിഞ്ഞ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവിന് ലഭിച്ച ദർശനമാണ് യെശയ്യാവ് 9:2 ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. പ്രത്യാശ നഷ്ടപ്പെട്ട ജനത്തിന് നൽകിയ വാഗ്ദത്വമായിരുന്നു ഇത്. ആ വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണമാണ് യോഹന്നാൻ 1:9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യേശുവിന് നൽകിയിരിക്കുന്ന പേരുകളിലൊന്നാണ് നീതിസൂര്യൻ. മലാഖി 4:2. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. അതായത് കൂരിരുട്ടിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, നീതിയും ന്യായവും നിഷേധിക്കപ്പെടുമ്പോൾ, രോഗപീഠകളാൽ അലയുമ്പോൾ നീതിസൂര്യനായി ക്രിസ്തു നമ്മിൽ പ്രകാശിച്ച് ഇരുട്ടിനെ നീക്കിക്കളയും എന്ന് ഇവിടെ പറയുന്നത്. ഇരുട്ടിൻ്റെ അനുഭവം നമ്മിലുണ്ടാകുവാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, യെശയ്യാവ് 9:13. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവങ്കിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. ദൈവജനം സൃഷ്ടാവിനെ നോക്കി അവന് മഹത്വം കൊടുത്ത് പ്രയാണം ചെയ്യേണ്ടുന്നവരാ. അതിനു പകരം ദൈവജനം ഈ ലോകത്തിൻ്റെ പ്രൗഢിയിലും പ്രതാപത്തിലും നോട്ടമിട്ട് ദൈവിക മൂല്യങ്ങളെ മറന്നു ജീവിക്കുന്നു. പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എങ്കിലും യഹോവയെ അന്വേഷിക്കുവാനോ വിളിച്ചപേക്ഷിക്കുവാനോ തുനിയാതിരിക്കുന്നതല്ലേ ഇരുട്ടിൻ്റെ അനുഭവത്തിന് കാരണം. ഈ തരുണത്തിൽ കൂരിരുട്ടിൻ്റെ ലോകത്തിൽ ജീവിച്ച് അന്ധയായ ഹെലൻ കെല്ലർ എന്ന വനിത പറഞ്ഞത്, ശക്തനായ ദൈവത്തിൻ്റെ വെളിച്ചമാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചത്. ദൈവത്തിങ്കിലേക്ക് തിരിയാതെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറുകയില്ല. 2, യെശയ്യാവ് 9:19. ഒരുത്തനും തൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ദൈവജനം കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയിൽ ജീവിക്കേണ്ടുന്നവരാണ്. എന്നാൽ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന പ്രവണതയിലേക്ക് ദൈവജനം വന്നെത്തിയിരിക്കുന്നു. സഹോദര്യ ബന്ധം നഷ്ടപ്പെടുത്തി ഇരുട്ടിൻ്റെ വലയത്തിൽ ആയിരിക്കുന്നു. ആ ദൈവജനത്തെ പ്രകാശിപ്പിക്കുവാനാണ് യേശു സത്യവെളിച്ചമായി ലോകത്തിലേക്ക് വന്നത്. ഈ സത്യവെളിച്ചത്തെ സ്വീകരിച്ച് തമ്മിൽ സ്നേഹിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമെങ്കിൽ ഇരുട്ടിനെ നീക്കിക്കളയുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് പറഞ്ഞത് തന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കണം എന്നാണ്. 1854 വരച്ച ലോകപ്രസിദ്ധമായ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന ചിത്രത്തെക്കുറിച്ച് അറിയപ്പെടുന്ന ഒരു കഥയുണ്ട്. കർത്താവായ യേശുക്രിസ്തു രാത്രിയിലെ ഇരുട്ടിൽ കയ്യിൽ ഒരു റാന്തൽ വിളക്കുമായി അടഞ്ഞു കിടക്കുന്ന ഒരു വാതിലിൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതാണ് ചിത്രം. വെളിപ്പാട് 2:3-20 ആണ് ഈ ചിത്രത്തിൻ്റെ ആധാരം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ ചിത്രം കണ്ട ഒരാൾ പ്രതികരിച്ചത്, കഥയിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം വളരെ നന്നായിരിക്കുന്നു, പക്ഷേ ഒരു ചെറിയ തെറ്റ് ഈ ചിത്രത്തിന് പറ്റിയിട്ടുണ്ട്. കഥകിന് പുറത്ത് കൈപ്പിടിയില്ല. ചിത്രകാരനായ ഹോൾമാൻ ഹണ്ട് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ആ കഥകിന് പുറത്ത് കൈപ്പിടി ആവശ്യമില്ല. പുറത്തു നിന്ന് ആ കഥക് തുറക്കുവാൻ കഴിയില്ല. ഉള്ളിൽ നിന്ന് മാത്രമേ ആ കഥക് തുറക്കുവാൻ കഴിയൂ. ക്രിസ്തുവിനെയും അവൻ നൽകുന്ന പ്രകാശത്തെയും സ്വീകരിക്കുന്നതിന് അകത്തുനിന്ന് തുറന്നു കൊടുക്കണം. വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുമെന്ന കർത്താവ് പറഞ്ഞത്. അതെ, ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ്റെ വെളിച്ചവുമായി അകത്തു വന്ന് നമ്മെ പ്രകാശിപ്പിക്കും. വെളിച്ചവുമായി മുട്ടിക്കൊണ്ടിരിക്കുന്ന യേശുവിനായി നമ്മുടെ ഹൃദയ കവാടത്തെ തുറന്നു കൊടുക്കുമോ?
നാം വെളിച്ചത്തിൽ നടക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയത്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഗലാത്യർ 4:4-5 വാക്യങ്ങൾ. എഫെസ്യർ 5:8 പൗലോസ് വീണ്ടും പറയുന്നു, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവേൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. യഹോവയുടെ വെളിച്ചത്തിൽ നടപ്പാൻ അവൻ നമ്മെ വിളിക്കുന്നു. യെശയ്യാവ് 2:5. കർത്താവേ, സത്യവെളിച്ചമായ നിന്നെ സ്വീകരിച്ച് ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. Yeshua.